പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യമായി പങ്കുവെക്കുന്നത് സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമ്പൂർണ്ണ പരാജയം എന്ന് തന്നെ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം തുടക്കം തൊട്ട് ഒടുക്കം വരെ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് നൽകുന്നതോ അല്ലെങ്കിൽ അടുത്ത സ്മാക്ഡൗണിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന രീതിയിലുള്ള യാതൊന്നും നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചില്ല. മെയിൻ ഇവൻറ്റിലെ ആ ട്രിപ്പിൾ ത്രെറ്റ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരം അതിഗംഭീരമായിരുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അതിൻ്റെ റിസൾട്ടോ അതിനു മുൻപുള്ള മത്സരങ്ങളോ ഒന്നും ഒരു എക്സൈറ്റ്മെൻറ്റ് നൽകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇനി സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗണിലേക്ക് 3 മത്സരങ്ങളാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ 2 മത്സരങ്ങൾ എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരങ്ങളാണ്. അതിൽ ഒന്ന് മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരത്തിലേക്ക് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ കാർമെലോ ഹേസ്, മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡേമിൻ പ്രീസ്റ്റ്, മുൻ NXT ചാമ്പ്യനായ ട്രിക് വില്യംസ് തുടങ്ങിയവർ ഏറ്റുമുട്ടുന്ന ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി വുമൻസ് ഡിവിഷനിൽ നിന്ന് വരുന്ന ഒരു മത്സരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കിയാന ജെയിംസ്, നയ ജാക്സ്, ഷാർലറ്റ് ഫ്ലെയർ തുടങ്ങിയവർ ഏറ്റുമുട്ടുന്ന ഒരു ട്രിപ്പിൾ ത്രെറ്റ് വുമൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരം കൂടി അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒബ ഫെമി എന്ന് പറയുന്ന മുൻ NXT ചാമ്പ്യനും കിറ്റ് വിൽസൺ എന്ന് പറയുന്ന റെസ്ലറും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിന് ഇടയിലൂടെ ഔദ്യോഗികമായി കൺഫേം ചെയ്യപ്പെടുകയുണ്ടായി. രണ്ടാമത്തെ അപ്ഡേറ്റ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരങ്ങളെ സംബന്ധിച്ചും അതിലെ റിസൾട്ടുകളെ സംബന്ധിച്ചുമാണ്. അതിൽ ആദ്യത്തേത് വുമൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അലക്സ ബ്ലിസ് വേഴ്സസ് വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജൂലിയ വേഴ്സസ് ജെലീന വെഗ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയർ മത്സരമാണ് കാണാൻ സാധിച്ചത്. പ്രൊഡിക്ഷൻസ് ഒക്കെ ശരിവെക്കുന്ന രീതിയിൽ അലക്സ ബ്ലിസ് തന്നെ വിജയിച്ച് എലിമിനേഷൻ ചേംബറിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. ടിഫനി സ്ട്രാറ്റൻ, റിയ റിപ്ലി, അലക്സ ബ്ലിസ് തുടങ്ങിയ 3 പേരാണ് ഇപ്പോൾ വുമൻസ് എലിമിനേഷൻ ചേംബറിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. ഇനി മെൻസ് എലിമിനേഷൻ ചേംബറിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ഇവൻറ്റിൽ നടന്ന അതിഗംഭീരമായിട്ടുള്ള പോരാട്ടത്തിൽ ഡ്രൂ മാക്കൻഡയറിൻ്റെ ഇടപെടലിനെയൊക്കെ മറികടന്നുകൊണ്ട് കോഡി റോഡ്സ് സാമ്യൂസിനെ പിൻ ചെയ്ത് ജക്കബ് ഫാറ്റു കൂടിയുള്ള ആ ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയർ മത്സരത്തിൽ വിജയിച്ച് എലിമിനേഷൻ ചേംബറിലേക്ക് യോഗ്യത നേടുന്നു. റാൻഡി ഓർട്ടൻ, LA നൈറ്റ്, കോഡി റോഡ്സ് തുടങ്ങിയവരാണ് മെൻസ് എലിമിനേഷൻ ചേംബറിലേക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിയുന്നതോടുകൂടി യോഗ്യത നേടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള മെയിൻ ഇവൻറ്റ് മത്സരം തന്നെയായിരുന്നു നമുക്ക് ഇന്ന് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. മറ്റൊരു അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 2 വുമൻസ് ഡിവിഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള മത്സരങ്ങളായിരുന്നു. അതിൽ ആദ്യത്തേത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ റിയ റിപ്ലി, ഇയോസ്കായ് തുടങ്ങിയവരുടെ ടീം നയ ജാക്സ്, ലാഷ് ലെജൻഡ് തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. മത്സരം ഡബിൾ കൗണ്ട് ഔട്ടിലൂടെയാണ് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ റിയ റിപ്ലി, ഇയോസ്കായ് തുടങ്ങിയവരുടെ ടീമിനെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നടന്ന ചെറിയ ഫൈറ്റ് ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന മൊമെൻറ്റും ബാരിക്കേഡ് ബ്രേക്ക് ചെയ്യുന്ന മൊമെൻറ്റിലേക്ക് നയിച്ചു. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം വുമൻസ് ചാമ്പ്യനായ ജേഡ് കാർഗിൽ ജോർദിയൻ ഗ്രേസ് എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ മത്സരം ആരംഭിക്കുന്ന ഒരു സമയത്ത് വുമൻസ് റോയൽ റംബിൾ 2026 വിജയിച്ച ലിവ് മോർഗൻ, നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റീരിയോ, ജഡ്ജ്മെൻറ്റിലെ ലിവ് മോർഗൻ്റെ ടാഗ് ടീം പാർട്ണറായ റെക്കൽ റോഡ്രിഗസ് തുടങ്ങിയവർ വന്നിട്ട് ആ റിംഗ് സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ജോർഡിൻ ഗ്രേസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജെഡ് കാർഗിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്തു. അതിനുശേഷം ലിവ് മോർഗനുമായി ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെൻറ്റും റെസ്ൽമേനിയ 42 ജെഡ് കാർഗിൽ ലിവ് മോർഗനോട് തന്നെ ചലഞ്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ സ്റ്റെഫനി വിക്കേറിൻ്റെ ചാമ്പ്യൻഷിപ്പിനാണോ ജെഡ് കാർഗിലിൻ്റെ ചാമ്പ്യൻഷിപ്പിനാണോ റോയൽ റംബിൾ വിജയിച്ചു വരുന്ന ലിവ് മോർഗൻ ചലഞ്ച് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റോറിയാണ് റോയലും സ്മാക്ഡൗണിലും അവർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്നത്തെ സ്മാക്ഡൗണിൽ ഫീൽ ചെയ്ത ഒരു ഭാഗമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സ്മാക്ഡൗൺ എപ്പിസോഡിലെ മറ്റ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതായത് ഇപ്പോൾ MFT എന്ന് പറയുന്ന ടീം ഒരു 10-man ടാഗ് ടീം മത്സരത്തിൽ ഇന്ന് വലിയൊരു വിജയം കരസ്ഥമാക്കുന്നതായി കാണാൻ സാധിച്ചു. പക്ഷേ ഈ ഒരു വിജയം കൊണ്ട് MFT എന്ന് പറയുന്ന ടീമിന് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ അറിയില്ല. അതിനുശേഷം വൈറ്റ് സിക്സിൻ്റെ ഒരു അപ്പിയറൻസും ഇവരുമായിട്ടൊരു ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഈ വൈറ്റ് സിക്സ് MFT ഇവരുടെ സ്റ്റോറി ഇനി എവിടെ വെച്ചിട്ടാണ് അവസാനിക്കുന്നത്, അത് എന്ത് തരത്തിലുള്ള ഒരു മത്സരം കാണിച്ചിട്ടാണ് അവർ അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നൊന്നും വ്യക്തമല്ല.
എന്താണ് ഇവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ക്രിയേറ്റീവ് ടീമിന് പോലും കാര്യങ്ങൾ വ്യക്തമല്ലാത്തത് കൊണ്ട് കാണിച്ചത് തന്നെ പിന്നെയും കാണിച്ച് ആളുകളെ വെറുപ്പിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ട്രിക് വില്യംസ് വേഴ്സസ് റേ ഫീനിക്സ് തമ്മിലുള്ള മത്സരം. ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേ രീതിയിൽ തന്നെയുള്ള ഒരു മത്സരം ട്രിക് വില്യംസിന് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. ട്രിക് വില്യംസിന് അടുത്ത ആഴ്ച ഒരു ക്വാളിഫയർ മത്സരമുണ്ട്. അതിലേക്കുള്ള ഒരു മൊമെൻറ്റം സൃഷ്ടിക്കപ്പെടുകയാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കാണിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇനി മെയിൻ ഈവൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമാണെങ്കിൽ പോലും കോഡി റോഡ്സിനെ വിജയിപ്പിച്ചതിനോട് കാണികൾക്ക് ആർക്കും വലിയൊരു താല്പര്യമില്ലായിരുന്നു. ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു വിജയമോ അല്ലെങ്കിൽ സാമിസൻ്റെ ഒരു വിജയമോ ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോഡി റോഡ്സിനെ വിജയിപ്പിച്ച് റസൽമീനിയയിലേക്ക് കോഡി വേഴ്സസ് ഡ്രൂ തമ്മിലുള്ള മത്സരമാണ് ഇനി അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് അട്ടർ ഫ്ലോപ്പായിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഈ സ്റ്റോറി ആരംഭിച്ചിട്ട് കുറേയധികം മാസങ്ങളായി. ഇതിനോടകം തന്നെ വിരലിലെണ്ണാവുന്നതിലധികം തവണ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ലൈവ് ഇവൻറ്റ്സുകളിലായാലും പ്രീമിയം ലൈവ് ഇവൻറ്റ്സിലായാലും സ്മാക്ഡൗൺ എപ്പിസോഡ്സിലായാലും സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലൊക്കെ ആയാലും ഇവർ തമ്മിൽ കുറേയധികം തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഈ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ. അപ്പോൾ ഈ മത്സരം തന്നെ റസൽമീനിയ പോലെയുള്ള ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ ഒരു പുതുമയുള്ളത്? എന്തിനാണ് ഇത്രയും വലിയൊരു ടിക്കറ്റ് കൊടുത്ത് കാണികൾ ഈ റസൽമീനിയ പോലെയുള്ള ഒരു ബിഗ് ഇവൻറ്റ് കാണാൻ വരുന്നത്? അത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ, കൃത്യമായിട്ടുള്ളൊരു മാച്ച് കിട്ടിയില്ലെങ്കിൽ WWE ഇനി അധികം കാലം മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.